പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നീക്കത്തെ തുടർന്ന് പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ച തുർക്കിയും അസർബൈജാനും ഇപ്പോൾ അതിന്റെ ഭൗമരാഷ്ട്രീയപരമായ വില നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുമായി നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകളോ രാഷ്ട്രീയ സംഘർഷങ്ങളോ ഇല്ലാത്ത ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ കൂട്ടപ്പിന്മാറ്റമുണ്ടാക്കിയ സാമ്പത്തിക ആഘാതം ചെറുതല്ല. ഒരു രാജ്യത്തിന്റെ വിദേശ നയങ്ങളോടുള്ള പ്രതിഷേധം അതിന്റെ സാമ്പത്തിക മേഖലയെ, പ്രത്യേകിച്ചും ടൂറിസം പോലുള്ള സുപ്രധാന വരുമാന സ്രോതസ്സിനെ എങ്ങനെ തകർത്തെറിയുമെന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ ടൂറിസം ബഹിഷ്കരണം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയ ഗണ്യമായ കുറവ് ആഗോളതലത്തിൽ ഇന്ത്യൻ ഉപഭോക്താവിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്നുണ്ട്. ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവും അതിനെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരും രാജ്യം ഒറ്റക്കെട്ടായി നിന്ന ഒരു നിർണായക ഘട്ടമായിരുന്നു. ഈ സൈനിക നീക്കത്തിനിടെ തുർക്കിയും അസർബൈജാനും പരസ്യമായി പാകിസ്ഥാന് അനുകൂലമായ നിലപാടെടുത്തു. പ്രത്യേകിച്ചും അസർബൈജാന്റെ വിദേശകാര്യ മന്ത്രാലയവും തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗനും നൽകിയ പ്രസ്താവനകൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലും സുരക്ഷാ വിഷയങ്ങളിലും നടത്തുന്ന അനാവശ്യ ഇടപെടലുകളായി ഇന്ത്യൻ ജനത വിലയിരുത്തി. ഇരു രാജ്യങ്ങളും പാകിസ്ഥാനുമായി ചരിത്രപരവും സാംസ്കാരികപരവുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. ഒരു രാഷ്ട്രം രണ്ട് രാജ്യങ്ങൾ എന്ന നയം തുർക്കി പാകിസ്ഥാനുമായി പങ്കുവെക്കാറുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ദേശീയ വികാരം ഏറ്റവും ഉയർന്ന നിലയിൽ നിന്ന ഈ സമയത്തെ പിന്തുണ ഇന്ത്യക്കാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. ദേശീയ വികാരങ്ങളെ മാനിക്കാത്ത രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്ത് സാമ്പത്തികമായി പിന്തുണയ്ക്കേണ്ടതില്ല എന്ന ശക്തമായ ആഹ്വാനം സോഷ്യൽ മീഡിയയിലും മറ്റും വേദികളിലും ഉയർന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന മെയ് മാസത്തിൽ തന്നെ ഇന്ത്യയിലെ യാത്രാ വിപണിയിൽ അതിന്റെ പ്രതിഫലനം കണ്ടു തുടങ്ങി. ഈ പ്രതിഷേധത്തിന് ഒരു ഡിജിറ്റൽ പ്രതിഷേധത്തിന്റെ സ്വഭാവമുണ്ടായിരുന്നു. ഹാഷ്ടാഗുകളും ട്രെൻഡിംഗ് ക്യാമ്പയിനുകളും വഴി ഇന്ത്യൻ പൗരന്മാർ തുർക്കിയെയും അസർബൈജാനെയും ബഹിഷ്കരിക്കാൻ പരസ്പരം ആഹ്വാനം ചെയ്തു. പ്രതിഷേധം ശക്തമായതോടെ രാജ്യത്തെ പ്രമുഖ ഓൺലൈൻ ട്രാവൽ ഏജൻസികൾ ഉൾപ്പെടെയുള്ളവർ ഉപഭോക്താക്കളുടെ വികാരത്തിനൊപ്പം നിലകൊണ്ടു. മേക്ക് മൈ ട്രിപ്പ് ഈസ് മൈ ട്രിപ്പ്, എക്സിഗോ, കോക്സ് ആൻഡ് കിങ്സ് തുടങ്ങിയ പ്രമുഖ യാത്രാ സേവന ദാതാക്കൾ ഈ രാജ്യങ്ങളിലേക്കുള്ള ബുക്കിംഗ് നിർത്തിവെക്കുകയോ നിലവിലുള്ള ബുക്കിംഗുകൾ റദ്ദാക്കാൻ ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തു. മെയ് 14-ന് മേക്ക് മൈ ട്രിപ്പ് പുറത്തിറക്കിയ പ്രസ്താവന ഈ മാറ്റത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നുണ്ട്. അസർബൈജാനിലേക്കും തുർക്കിയിലേക്കുമുള്ള യാത്രാ ബുക്കിംഗുകളിൽ 60% കുറവ് രേഖപ്പെടുത്തിയപ്പോൾ നിലവിലുള്ള ബുക്കിംഗുകൾ റദ്ദാക്കലിൽ 250% വർധനമുണ്ടായി. ഇത് ഉപഭോക്താക്കളുടെ തീരുമാനത്തിന് പിന്നിൽ ശക്തമായ ദേശീയ വികാരം ഉണ്ടായിരുന്നുവെന്ന് അടിവരയിടുന്നുണ്ട്. ഇന്ത്യൻ വിനോദസഞ്ചാരത്തെ പ്രധാന ലക്ഷ്യവിപണിയായി കണ്ടിരുന്ന അസർബൈജാനാണ് ഈ ബഹിഷ്കരണത്തിന്റെ ഏറ്റവും വലിയ ഇര. താരതമ്യേന ചെലവ് കുറഞ്ഞ യാത്രാ പാക്കേജുകളും വിസ നടപടിക്രമങ്ങളിലെ എളുപ്പവും കാരണം സമീപ വർഷങ്ങളിൽ ഇന്ത്യൻ സഞ്ചാരികൾക്കിടയിൽ അസർബൈജാൻ ടൂറിസം ബോർഡിന്റെ കണക്കുകൾ പ്രകാരം 2024 ജനുവരി മുതൽ ഏപ്രിൽ വരെ ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണത്തിൽ 33% മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഈ വളർച്ചാ നിരക്ക് അസർബൈജാൻ ടൂറിസം മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള 4 മാസങ്ങളിൽ ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണത്തിൽ 56% കുറവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 1 ലക്ഷം ഇന്ത്യൻ സന്ദർശകർ എത്തിയ സ്ഥാനത്ത് ഇത് ഏകദേശം 44,000 കുറഞ്ഞു. ഒരു വർഷത്തിന്റെ പകുതിയിലുണ്ടായ ഈ കുത്തനെയുള്ള ഇടിവ് അസർബൈജാന്റെ ടൂറിസം മേഖലയ്ക്ക് താങ്ങാവുന്നതിലും അധികമാണ്. സന്ദർശക രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 11ാം സ്ഥാനത്തേക്ക് താഴുകയും ചെയ്തു. ഈ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക്, പ്രത്യേകിച്ചും ടൂറിസത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ചെറുകിട കച്ചവടക്കാർക്കും ഹോട്ടൽ വ്യവസായത്തിനും ഈ തിരിച്ചടി നേരിട്ടുള്ള നഷ്ടമാണ് ഉണ്ടാക്കിയത്. ലോക ടൂറിസത്തിലെ ഒരു പ്രധാന ശക്തിയായ തുർക്കിയിലും ഇന്ത്യൻ ബഹിഷ്കരണം ശക്തമായി ബാധിച്ചു. സാംസ്കാരിക ടൂറിസത്തിനും ഇസ്താംബൂളിലെയും കാപ്പാഡോക്യയിലെയും മനോഹരമായ കാഴ്ചകൾക്കും തുർക്കി ഇന്ത്യക്കാർക്കിടയിൽ പ്രശസ്തമാണ്. തുർക്കിയിലെ സാംസ്കാരിക ടൂറിസം മന്ത്രാലയത്തിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം മെയ് ഓഗസ്റ്റ് കാലയളവിൽ തുർക്കിയിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാരുടെ എണ്ണം 33.3% കുറഞ്ഞ് 90,400 കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 1.36 ലക്ഷമായിരുന്നു. ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ തുർക്കിയിലേക്ക് യാത്ര ചെയ്ത ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണത്തിൽ വർഷം തോറും 21% കുറവ് രേഖപ്പെടുത്തി. ഇതിന് വിപരീതമായി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഈ കണക്കിൽ 28.5% വർധനമാണ് ഉണ്ടായിരുന്നത്. അതായത് പോസിറ്റീവ് വളർച്ചാ നിരക്കിൽ നിന്നും നെഗറ്റീവ് വളർച്ചാ നിരക്കിലേക്ക് തുർക്കി പെട്ടെന്ന് വീണു. ഓപ്പറേഷൻ സിന്ദൂർ പ്രതികരണത്തിലൂടെ ഇന്ത്യൻ ഉപഭോക്താവ് തന്റെ വികാരങ്ങൾ ആഗോളതലത്തിൽ പോലും ടൂറിസം വിപണികളെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഒന്നായി മാറിയിരിക്കുന്നുവെന്ന് തെളിയിച്ചു. ഇന്ത്യയിൽ ഇടത്തരം വരുമാനമുള്ളവരുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ വിദേശയാത്ര ചെയ്യുന്നവരുടെ എണ്ണവും ക്രമാതീതമായി ഉയരുകയാണ്. ഇന്ത്യൻ സഞ്ചാരികൾ ടൂറിസത്തിനായി വലിയ തുകയാണ് ചെലവഴിക്കുന്നത്. ഈ ഉപഭോക്തൃ ശക്തി രാജ്യങ്ങളുടെ വിദേശ നയങ്ങളെ വിമർശിക്കാനുള്ള ഒരു സമ്പൂർണ്ണ ആയുധമായി മാറാൻ സാധ്യതയുണ്ടെന്ന് ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. ഈ ടൂറിസം ബഹിഷ്കരണം തുർക്കിക്കും അസർബൈജാനും നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ഇന്ത്യയുടെ സുരക്ഷാ വിഷയങ്ങളിൽ വിവേചനരഹിതമായ നിലപാട് എടുക്കുന്നത് സാമ്പത്തികമായി ദോഷകരമായി ഭവിക്കും.
തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള യാത്രകൾ ഒഴിവാക്കി ഇന്ത്യൻ സഞ്ചാരികൾ മറ്റ് രാജ്യങ്ങളിലേക്കോ ആഭ്യന്തര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കോ തിരിഞ്ഞതായാണ് സൂചന. ഇത് മറ്റ് രാജ്യങ്ങൾക്ക് ഒരു പുതിയ അവസരം നൽകുകയും ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഈ സാഹചര്യം കേവലം ടൂറിസം മേഖലയിലെ ഒരു താൽക്കാലിക തിരിച്ചടിയായി മാത്രം കാണാനാവില്ല. മറിച്ച് ഇന്ത്യൻ ഉപഭോക്താക്കൾ ദേശീയ വികാരങ്ങളെ സാമ്പത്തിക തീരുമാനങ്ങളുമായി ബന്ധിപ്പിക്കാൻ തയ്യാറാണ് എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. രാഷ്ട്രീയ മതിലുകൾക്കപ്പുറമുള്ള സാമ്പത്തിക ബന്ധങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്നും പണം സംസാരിക്കുന്നിടത്ത് പ്രതിഷേധത്തിന് എങ്ങനെ ശക്തി ഉണ്ടായിരിക്കുമെന്നും തുർക്കിക്കും അസർബൈജാനും ഈ അനുഭവം ഒരു പാഠമായിരിക്കും. ഈ രാജ്യങ്ങൾ ഇന്ത്യയുമായുള്ള തങ്ങളുടെ ബന്ധം പുനഃപരിശോധിക്കുമോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്.